ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ പാൻ കേക്കാണ് കേട്ടോ. നമ്മുടെ മൈദപ്പൊടിയൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻ കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കണ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൻ കേക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പാൻ കേക്കിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓട്സ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ മൈദപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, നല്ലൊരു ഹെൽത്തി വേർഷനാണെന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന്, അതായത് 250 ml മെഷർമെൻറ്റ് കപ്പിന് അളന്നെടുക്കുകയാണെങ്കിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.25 കപ്പോളം ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ കാണുമ്പം കുറച്ച് ചെറുതായിട്ടുള്ള ആ ടൈപ്പ് ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് മിക്സിയിലേക്ക് ചേർത്തിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ചെറുതായാലും വലുതായാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന നമ്മുടെ മിക്സിയുടെ വലിയ ജാറിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാർ ഇങ്ങനെ നനഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടില്ല. ഇത് പൊടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ പാൻ കേക്കിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം, അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ഒരു 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയൊരു ടേസ്റ്റിന്, ചെറിയൊരു ഫ്ലേവറിനൊക്കെ വേണ്ടി നമുക്ക് 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിനമൺ സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ പട്ടയുണ്ടല്ലോ, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഏലക്കായും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയും ഓട്സും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പാൻ കേക്കിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ മിക്സിയുടെ ഈ ഒരു ജാറിനകത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പൗഡർ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു പാൻ കേക്കിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ ഒരു സൈസിലുള്ള 2 പഴമാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ഒന്നല്ല, പക്ഷേ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പഴം എടുക്കാം കേട്ടോ. നമ്മുടെ ചെറുപഴങ്ങൾ എടുക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടേസ്റ്റ് ചെറുപഴങ്ങളാണ്. അതിൽ നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ഇതുപോലെ 2 പഴം നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ചെറുപഴങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ മൈസൂർ പഴം പോലുള്ള ചെറുപഴങ്ങളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു 2 പകരം 4-5 പഴം വരെ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതേ 2 പഴം ഞാനിവിടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള 2 മുട്ടയാണ് ഈ ഒരു സമയത്തിലേക്ക് ചേർക്കുന്നത്. റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറിയ മുട്ട എടുക്കുകയാണെങ്കിൽ 3 മുട്ട വരെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. കൂടെ നമുക്കിതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കൂടെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് എടുക്കുന്നത് 1 കപ്പ്, നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പ് പാലാണ്. പക്ഷേ ഞാനിപ്പം 1/2 കപ്പോളം ചേർത്തിട്ടാണ് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക, കുറച്ച് പാലൊഴിച്ചിട്ട്. ഇതിന് ശേഷം ബാക്കിയുള്ള പാൽ കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പം നമ്മുടെ പഴവും അതുപോലെ തന്നെ പാലും മുട്ടയൊക്കെ കൂടിയിട്ട് 2 മിനിറ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഓട്സിൻ്റെ പൗഡറിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ആ ഒരു ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാ വശത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ വേണ്ട നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. സാധാരണ നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കില്ലേ, ആ രീതിയിൽ തന്നെ ചെയ്യണം. ഇനി നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ഓട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റവയൊക്കെ പോലെയാണ്, നന്നായിട്ട് ഇങ്ങനെ സോക്കായിട്ട് നിൽക്കില്ലേ, കുതിർന്ന് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കട്ടിക്കിരിക്കുകയാണ് ഈ ഒരു ബാറ്ററും തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾ നോക്കുക, കാരണം നമ്മൾ എടുക്കുന്ന മുട്ടയുടെ സൈസിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറുതാണെങ്കിലും അങ്ങനെയൊക്കെ ഡിഫറൻസ് വരുമല്ലോ. അപ്പോൾ കട്ടിക്കുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ കേക്കൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യാറ്, പാലൊഴിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കില്ലേ, ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക്, ഒരുപാട് ലൂസായിട്ട് പോകരുത്, ഒരുപാട് കട്ടിക്കുമായിട്ട് പോകരുത്. അപ്പോൾ ഇത് നമ്മളിനി പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു കുഞ്ഞു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ പാൻ കേക്ക് നമ്മൾ ചെയ്യാറ് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യാറുണ്ട്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ചിട്ട് ബ്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചെയ്യാം, അതല്ലെങ്കിൽ ബട്ടർ ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തവി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു പാനിൻ്റെ സെൻറ്ററിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ശരിക്കും നമുക്കിങ്ങനെ ഒഴുകി പോകുന്ന ആ ഒരു കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ ഇതിപ്പം അങ്ങനെ കട്ടിക്ക് ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ദോശ ചെയ്യുന്ന പോലെ ചുറ്റിച്ച് കൊടുക്കുകയൊന്നുമില്ല, ചുമ്മാ ചെറുതായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി.
അതിന് ശേഷം ഏറ്റവും ചെറിയ തീയിലാണ് കേട്ടോ നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. കാരണം പാൻ കേക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളതിൻ്റെ അടിഭാഗം പെട്ടെന്ന് അങ്ങ് കളറ് മാറും, ഉള്ളിലേക്ക് അങ്ങ് വെന്ത് വരില്ല, പ്രത്യേകിച്ചും ഓട്സ് ആയതുകൊണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്ന് കുക്ക് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ചെറുതായിട്ട് നമ്മൾ ദോശക്കൊക്കെ വരുന്ന പോലെ തന്നെ മുകളിൽ ഇങ്ങനെ ബബിൾസ് വരില്ലേ, ഇതുപോലെ ഇങ്ങനെ ഹോൾസ്, ആ ഒരു സമയമാകുമ്പോഴാണ് നമ്മളിത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതേ കണ്ടല്ലോ, കറക്റ്റായിട്ട് ഈ ഒരു പരുവം വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പം. നമ്മൾ കുറച്ച് തീയൊക്കെ കൂട്ടി കഴിഞ്ഞാൽ, ആ പാനിൻ്റെ ചൂട് കൂടി കഴിഞ്ഞാൽ ഈ അടിവശം നന്നായിട്ട് ഡാർക്കായിട്ട് കളർ മാറും, ഒരു ബ്ലാക്ക് കളറായിട്ട് തന്നെ വരും. നന്നായിട്ട് കരിഞ്ഞ് ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിലേക്ക് എത്തും. അപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ രണ്ട് വശവും കുക്കാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ബാറ്റർ വെച്ചിട്ട് മുഴുവനായിട്ടുള്ള പാൻ കേക്ക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 4 ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് അങ്ങനെ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ നമ്മുടെ പ്യുവറായിട്ടുള്ള മിൽമയുടെ ഗീ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. കാരണം ഇവിടെ കുട്ടികൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റിനേക്കാളും ഇഷ്ടം നമ്മുടെ പ്യുവറായിട്ടുള്ള മിൽമയുടെ നെയ്യ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ബാക്കിയുള്ള പാൻ കേക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചെയ്യാം, അതിലേക്ക് ബട്ടർ ചെയ്യാം, അതിലേക്ക് ഗീ ചെയ്യാം, ഏതായാലും സംഭവം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുഴുവനായിട്ടുള്ള പാൻ കേക്ക് നമ്മളിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് ബാറ്റർ ഉണ്ട്, അതുകൊണ്ട് ഒരു കുഞ്ഞു പാൻ കേക്ക് കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ടോട്ടലായിട്ട് നമ്മുടെ ഒരു കുഞ്ഞു പാൻ കേക്ക് കൂടാതെ 7 ഈ ഒരു സൈസിലുള്ള 7 പാൻ കേക്ക്സ് കിട്ടും കേട്ടോ നമുക്ക് ഇതിൽ ചെയ്യുകയാണെങ്കിൽ, ഇതേ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പാൻ കേക്കിൽ കുറച്ചുകൂടെ പണികളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാൻ കേക്കിലേക്ക് നമുക്ക് കുറച്ചും കൂടെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ കുറച്ച് ഹണിയും അതുപോലെ നമ്മുടെ ചോക്ലേറ്റ് സോസ് ഒക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ പാൻ കേക്ക്സിൽ ഒഴിക്കാറുള്ളത് ഹണി മാത്രമാണ്. പക്ഷേ ഞാനിന്ന് ഇവിടെ ഇപ്പം ഹണിയുടെ കൂടെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഹണീൻ്റെ കൂടെ തന്നെ ചോക്ലേറ്റ് സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. അപ്പോൾ നമ്മൾ മുതിർന്നവരൊക്കെ കഴിക്കുകയാണെങ്കിൽ ഓൾറെഡി സ്വീറ്റാണ് പാൻ കേക്ക്, നമ്മൾ പഴവും ഷുഗറൊക്കെ ചേർത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഹണിയും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ചോക്ലേറ്റ് സോസ് കൂടെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചൂടായിട്ടുള്ള പാൻ കേക്കിൻ്റെ മുകളിലേക്ക് ചെറിയൊരു ക്യൂബ് ബട്ടർ പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതാവുമ്പം നമ്മൾ ബട്ടറും ഹണിയും കൂടെ മാത്രമാകുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. അതിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റും കൂടെ വരുമ്പം ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ വേണമെങ്കിൽ ബട്ടർ താല്പര്യമുള്ളവർ ബട്ടറും ഹണിയും മാത്രം ചേർത്തിയാലും മതിയാകും. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബനാന പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളല്ലേ, നമുക്ക് പ്രത്യേകിച്ച് എല്ലാം കൂടെ നമ്മുടെ മിക്സിയിൽ കറക്കി എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ട്രൈ ചെയ്യുന്നവർ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.